നമസ്കാരം. ടാറ്റ കപ്പൽശാലയുടെ കാര്യത്തിൽ ഗവൺമെന്റിന് ഉപദേശം തേടാവുന്ന ഒരാളുണ്ട്. സെലിംകമന്ററി ആരംഭിക്കുന്നു. എന്താണ് ഒരു കപ്പൽശാലയുടെ പ്രാധാന്യം? ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് കപ്പൽ നിർമ്മാണശാല. തിരുവനന്തപുരത്ത് അതിന്റെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരു ദിവസം 200 കപ്പലുകൾ നമ്മുടെ തൊട്ടടുത്തുകൂടി 10 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഒരല്പം കൂടി ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം. നമ്മൾ ലോകത്തിലെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ കപ്പലുകളുടെ ഒരു ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ചൈനയാണ്. ചൈന കഴിയുമ്പോൾ പിന്നെ സിംഗപ്പൂരിലാണ് ആ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി പോകുന്ന റൂട്ടാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ സുയസ് റൂട്ടിൽ തിരക്ക് കുറവാണ്. എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കപ്പൽ കടന്നു പോകുന്നത് ട്രിവാൻഡ്രത്തിന്റെ കടലിലൂടെയാണ് എന്നുള്ള സ്ഥിതിക്ക് കപ്പൽശാല മാത്രമല്ല, കപ്പൽശാലയേക്കാൾ ഒരുപക്ഷെ പ്രാധാന്യം കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമാണ്. ഷിപ്പ് മെയിന്റനൻസ്, അതാണ് റവന്യൂ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ കേരളീയർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ എക്സ്പേർട്സ് പറഞ്ഞിട്ടുണ്ട്, ധാരാളം മലയാളികൾ കപ്പൽ മെയിന്റനൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവിടെ മലയാളികൾ മാത്രമല്ല, ഏത് ജനവിഭാഗമായാലും അവർക്കെല്ലാം ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്പൽസറിയാണ് കപ്പലിന്റെ ഫിറ്റ്നസ്. കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ആനുവൽ മെയിന്റനൻസും 5 വർഷത്തിലൊരിക്കലുള്ള കമ്പൽസറി മെയിന്റനൻസും അത്യാവശ്യമാണ്. അത് ഓരോ മെയിന്റനൻസിനും വേണ്ടി വരുന്ന സമയമൊക്കെ നമുക്ക് അറിയുമ്പോഴാണ്. മോഡേൺ കണ്ടെയ്നർ ഷിപ്സ് റിക്വയർ, ഇത് കണ്ടെയ്നർ ഷിപ്സിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ എക്സ്പേർട്ട് ഡോക്ടർ കെ ശിവപ്രസാദ്, അദ്ദേഹത്തെയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് വിളിച്ച് അഭിപ്രായം ചോദിക്കേണ്ടതാണ്. ഡോക്ടർ കെ ശിവപ്രസാദ്, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി, കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹത്തോട് ഗവൺമെന്റ് അടിയന്തരമായ അഭിപ്രായം ചോദിക്കണം. അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിലെ ചില കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അദ്ദേഹം ആരാണെന്നൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ രംഗത്ത് ഒരു കുലപതിയെ പോലെ തോന്നുന്ന അദ്ദേഹത്തിന്റെ അനുഭവം, പരിജ്ഞാനം, അദ്ദേഹത്തിന്റെ റിസർച്ച് പേപ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മോഡേൺ കണ്ടെയ്നർ ഷിപ്സ് റിക്വയർ ഡീപ് natural harbors and Vizhinjam's geography gives Kerala an advantage that few Indian ports possess. ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത തരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ നമ്മുടെ വിഴിഞ്ഞത്തിന് തൊട്ടടുത്തുള്ള കടലിലുണ്ട്. വിഴിഞ്ഞം കടലിലുണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് അടുത്തുള്ള കടലിലുണ്ട്. അപ്പോ ആദ്യത്തെ പരിഗണന ഈ പ്രദേശത്ത് തന്നെയാണ് നൽകേണ്ടത് എന്ന് ദീർഘനാളായിട്ടുള്ള ഗവേഷണത്തിലും അധ്യാപനത്തിലും ഇതിന്റെ ആഗോള പരിജ്ഞാനത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഡോക്ടർ കെ ശിവപ്രസാദ്. ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ദീസ് വെസൽസ്, ബിൽഡിംഗ് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് റിപ്പയറിംഗ് ദീസ് വെസൽസ് ക്ലോസ് ടു എ മേജർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് മേക്സ് കമേഴ്ഷ്യൽ സെൻസ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബിന്റെ അടുത്ത് ഇങ്ങനെ ഒരു റിപ്പയറിംഗ് ദീസ് വെസൽസ്, ഏത് വെസൽസ് ആണ്? അൾട്രാ ലാർജ് ക്രൂഡ് കാരിയർ, അൾട്രാ ലാർജ് കണ്ടെയ്നർ കാരിയർ, വെരി ലാർജ് കണ്ടെയ്നർ കാരിയർ. നമ്മൾ ചെറിയ കപ്പലുകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ തങ്കശ്ശേരിയോ അഴീക്കലോ പൊന്നാനിയോ ഒക്കെ കൊടുക്കാം. പക്ഷെ മദർ വെസൽസ് അല്ലെങ്കിൽ അതുപോലുള്ള ULCC VLCC കപ്പലുകൾ, അതിൽ നിന്നാണ് റവന്യൂ കൂടുതൽ, അതിൽ നിന്നാണ് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാൻ പറ്റുക. അങ്ങനെയുള്ള കപ്പലുകളുടെ ഏറ്റവും ചെറുത് തൊട്ട് വലുത് നോക്കുമ്പോൾ 7 മുതൽ 10 ദിവസം വേണം ഒരു കപ്പലിന്റെ റിപ്പയർ മെയിന്റനൻസിന്. പിന്നെ 10 തൊട്ട് 14 ദിവസം വരെ, പിന്നെ 14 തൊട്ട് 20 ദിവസം വരെ, പിന്നെ 20 ദിവസം തൊട്ട് 30 ദിവസം വരെ. ഡ്രൈ ഡോക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഇത്രയും സമയം എടുത്തിട്ടാണ് അതിന്റെ ആനുവൽ മെയിന്റനൻസും ഫിറ്റ്നസും ഒക്കെ ഉറപ്പുവരുത്തുന്ന മെയിന്റനൻസ് നടന്നത്. അപ്പൊ അതിന് അത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു കപ്പൽശാലയും മെയിന്റനൻസ് കേന്ദ്രവുമാണ് നമുക്ക് അത്യാവശ്യം. ഡോക്ടർ ശിവപ്രസാദ് believes the project can generate thousands of high-skilled jobs for engineers, designers,
technicians, welders, and logistics professionals, while also supporting many indirect jobs in ancillary industries. ഒരു വലിയ ഇക്കോസിസ്റ്റം ഇതിനോടനുബന്ധിച്ച് രൂപപ്പെടും. ഇപ്പൊ പൂവാറിന് വളരെ അനുകൂല ഘടകമുണ്ട്. റോഡ് നെറ്റ്വർക്ക്, റെയിൽ നെറ്റ്വർക്ക് എല്ലാം വളരെ അടുത്തുണ്ട്. ഇതിനേക്കാൾ ഉപരിയാണ് കടൽ നെറ്റ്വർക്ക്. 200 കപ്പലുകൾ ഒരു ദിവസം കടന്നു പോകുന്ന, അതാണ് നമ്മൾ ആ മാർക്കറ്റാണ് ടാപ്പ് ചെയ്യേണ്ടത്. അത് കേരളത്തിൽ എവിടെയുമില്ല, ഇന്ത്യയിൽ എവിടെയുമില്ല. ഇത്രയും ട്രാഫിക് നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പ്, നമ്മളൊരു സർവീസ് സെന്റർ തുറന്നു വെച്ചാൽ ഹൈവേയിൽ അതിന്റെ സൗകര്യങ്ങൾ നൽകുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് ഐഡിയൽ ലൊക്കേഷനായിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ തിരുവനന്തപുരത്തെ കടലാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഡോക്ടർ ശിവപ്രസാദ് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വേറെയും ചില നിരീക്ഷണങ്ങളുണ്ട്. If Kerala successfully establishes a world-class shipbuilding hub around Vizhinjam, the benefits will extend far beyond the maritime sector. കടൽ മേഖല, കപ്പൽ മേഖലയ്ക്കപ്പുറം ദൂരവ്യാപകമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എ വേൾഡ് ക്ലാസ് ഷിപ്പ് ബിൽഡിംഗ് ഹബ്. ഇത് ഒരുപാട് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പൊ ഇവിടെ മാത്രമല്ല, ഇതൊരു ക്ലസ്റ്ററായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഹെഗ്ലി ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ ചൈനയിൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സെയിലിംഗ് കമ്പനിയുടെ സുഹൃത്ത്, അദ്ദേഹം പറയുന്നത് ഒരു ചെയിൻ ഓഫ് ഷിപ്പ് യാർഡ്സ് വേണം. ഒരെണ്ണം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ വരുന്നുണ്ട്. തൂത്തുക്കുടിയിൽ വരുന്നതിനേക്കാൾ ഹയർ ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കൊച്ചിയിലുണ്ട്, അഴീക്കലും തീർച്ചയായിട്ടും വരാം. നമ്മൾ എല്ലാം തിരുവനന്തപുരത്ത് വരണം നമ്മൾ ഒരിക്കലും പറയില്ല. ചെറിയ കപ്പലുകളുടെ കേന്ദ്രം അഴീക്കൽ വരാം, പൊന്നാനിയിൽ വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പോകുന്നത്. മെയിൻ്റനൻസ്, ഈ പറയുന്ന വെരി ലാർജ് ULCC VLCCയുടെ മെയിൻ്റനൻസിന് ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. അത് തന്നെയാണ്. അങ്ങനെ ഒരു ഹബ്ബ് വന്നു കഴിഞ്ഞാൽ മറൈൻ സെക്ടറിന് അപ്പുറമുള്ള ഇമ്പാക്ട് ഈ പ്രോജക്റ്റിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഡോക്ടർ ശിവപ്രസാദ് വിലയിരുത്തുന്നത്. ദ പ്രോജക്ട് കുഡ് സ്റ്റിമുലേറ്റ് മാനുഫാക്ചറിംഗ്, എക്സ്പോർട്സ്, ടെക്നോളജി ഡെവലപ്മെന്റ്, റിസർച്ച്, സ്കിൽ ക്രിയേഷൻ ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മൾ ഇത്രയും നാളും ഈ മേഖലകളൊക്കെ മൈൻഡ് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ദീർഘനാളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ തുറമുഖം, നമ്മുടെ തുറമുഖവും തുറമുഖത്തിനോടനുബന്ധിച്ച് വരേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും. എന്ന് പറഞ്ഞാൽ കടൽ നമ്മൾ ഇതുവരെയും ടാപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ സമുദ്രം, ഇത്രയധികം ട്രാഫിക് ഉള്ള ഒരു സമുദ്രത്തെ നമ്മൾ ഒരു വിധത്തിലും നാളിതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. അതിന്റെ എല്ലാ സാധ്യതകളും, ഇവൻ ആഴക്കടൽ മത്സ്യബന്ധനം നമ്മൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചല്ലോ. ആഴക്കടൽ മത്സ്യബന്ധനം ഒരാൾ പോലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരും ഇല്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കഴിവുള്ള, അറിവുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്യാത്തത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത് വരുമായിരിക്കും. അപ്പൊ അങ്ങനെ കടലുമായി ബന്ധപ്പെട്ട്, ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ 75 കൊല്ലം പാഴാക്കി. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇനി ഇന്ധനം, മെത്തനോൾ പോലുള്ള ഗ്രീൻ ഇന്ധനം വലിയ തോതിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ബയോ LNG, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, LNG എപ്പോഴും ഇറക്കുമതി ചെയ്തേ പറ്റൂന്ന്. അല്ല, ഞാൻ ഇന്നലെ ചോദിച്ചു. അപ്പോൾ അതിന്റെ ടെക്നോളജി അദ്ദേഹം വിവരിച്ചു തന്നു. മെത്തനോളിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയർ, അദ്ദേഹം ബയോ LNG നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ടെക്നോളജിയും അദ്ദേഹം വിവരിച്ചു തന്നു. അങ്ങനെ ഒരു ഈ ദൂരവ്യാപകമായ ഒരു ഇമ്പാക്ട് നമ്മൾ അടുത്ത 10, 15, 25 വർഷമല്ല, ഇത് 100 വർഷത്തേക്ക് അപ്പുറമുള്ള ഒരു ചിന്തയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ തലമുറ അതിന്റെ ബെനിഫിറ്റ്സ് മുഴുവൻ എടുക്കണമെന്നില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് കഴിഞ്ഞ തലമുറകൾ അവര് വരുത്തിയ വീഴ്ചയുടെ ഫലമാണ് നമ്മുടെ കുട്ടികൾ കെയർ ഗിവേഴ്സ് എന്നാണ് പറഞ്ഞത്. ഒരാൾ കത്തെഴുതിയത്, നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നത്, വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് കെയർ ഗിവേഴ്സ് എന്നാണ്. കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഡയപ്പർ ശരിയാക്കി കൊടുക്കുന്നതാണ് ജോലി. ആ ഒരു നിലവാരത്തിലോട്ട് നമ്മുടെ മക്കളെ നമ്മൾ വിടണം. നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ, ഇത്രയും സമ്പത്ത്, ഇത്രയും ആസ്തി നമുക്കുള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താതെ നമ്മുടെ പുതിയ തലമുറയെ മുഴുവൻ, ഇങ്ങനെ ലോകം മുഴുവൻ ഈ ജോലി ചെയ്യാൻ വേണ്ടി, തെണ്ടി നരകിക്കാൻ വേണ്ടി നമ്മൾ വിടണം. അഭിമാനം വേണ്ടേ നമുക്ക്? നമ്മുടെ തലമുറ അത്തരത്തിൽ കഷ്ടപ്പെടാതിരിക്കുവാൻ ഈ കേരളത്തിന്റെ 600 കിലോമീറ്ററോളം
കടൽ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന്റെ തുടക്കം തലസ്ഥാനത്ത് നിന്ന് വേണം എന്നാണ് ഡോക്ടർ കെ ശിവപ്രസാദ് ആവർത്തിച്ച്. അതേ ഈ മേഖലയിലെ ഇനി കേരളത്തിൽ ആ ലെവലിൽ സംസാരിക്കാൻ പറ്റിയ വേറൊരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തിരമായി അദ്ദേഹവുമായി സംസാരിക്കണം എന്നാണ് ശ്രീലിംഗമന്ത്രിയുടെ അഭ്യർത്ഥന.